നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരുടെയും മുഖത്തൊരു ഉഷാറ് കാണാനില്ല, അത് കാണുമ്പോൾ എനിക്കൊരു സുഖമില്ല. എല്ലാവരും ഒന്ന് ചിരിച്ചേ. അപ്പോ എന്നെ കുറിച്ച് അധികം ഇൻട്രൊഡക്ഷൻ ഞാൻ തരുന്നില്ല, അറിയാമെന്ന് വിചാരിക്കുന്നു കുറച്ചു പേർക്കെങ്കിലും. ചെക്ക് കിട്ടിയവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അതല്ലാത്ത ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് ടൈക്കൂൺസ് എന്നൊക്കെ എനിക്ക് വിളിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എൻ്റെ മോട്ടിവേഷനും എൻ്റെ മാതൃകകളും ഈ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. അതുപോലെ ആവാൻ ആഗ്രഹിച്ച് നടന്ന ബാല്യകാലത്തിലെ ഓർമ്മകൾ ഒരുപാടുണ്ട്. ആ ഒരു ജേണിയുടെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ നല്ല പോർട്ട്ഫോളിയോകൾ ഭാഗമാക്കുക എന്നുള്ളത്. അതുപോലെ നല്ല പോർട്ട്ഫോളിയോകൾ വളർത്തി കൊണ്ടുവരിക, അതിന്റെ ഭാഗമാവുക എന്നുള്ളതും എൻ്റെ ഒരു ഡ്രീമാണ്. അങ്ങനെയാണ് രണ്ട് ജ്യേഷ്ഠന്മാരെ ഞാൻ കണക്ട് ചെയ്യുന്നത്. ഒരാൾ ആൽബിൻ, എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ആൾ പ്രദീപ്. രണ്ടുപേരും നന്നായി കഷ്ടപ്പെടുന്നവരാണ് എന്നേക്കാൾ. രണ്ടുപേരുടെ ഇടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി പാനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റമീസ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എന്നെ പോലെ തന്നെ എന്നേക്കാൾ നല്ല വിഷനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫൗണ്ടറാണ്. അമിത് രാമൻ, ഒരു ചെറിയ റോബോട്ടിക് കമ്പനി പുള്ളിക്കുണ്ട്. കുറച്ച് റോബോട്ടുകൾ ഉണ്ടാക്കുക, വിൽക്കുക, അതാണ് ആളുടെ പരിപാടി. പിന്നെ റമീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് ഉണ്ട്. നമ്മുടെ ബൈജൂസിനെയൊക്കെ പോലെ വലിയ വലിയ വോളിയം ആളുകൾ പഠിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പിന് എക്സിറ്റ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ നിവിൻ പോളി ആയിട്ട് ചേർന്ന് ഒരു ക്രേവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നുണ്ട്. ഞങ്ങളെക്കാൾ അനുഭവ സമ്പത്തുള്ള രണ്ടുപേരാണ് എൻ്റെ അടുത്തും വലുത്തിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കള്. ഇനി ഇവരോട് എൻ്റെ കുറച്ച് ചോദ്യങ്ങൾ, എൻ്റെ അറിവിലേക്കുള്ള ചോദ്യങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളെയും കൂടെ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്കത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, എവിടെയും കിട്ടില്ല ഇത്. അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത് പുസ്തകം വായിച്ച കിട്ടുന്നല്ല, അല്ലേ? അപ്പൊ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതായത് കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററസി 100% ആണ്. നല്ല ലിറ്ററസി ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് എഡ്യൂക്കേറ്റഡ് ഫൗണ്ടേഴ്സ് ഉണ്ട്, ഇല്ലേ? നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഉള്ള നാടാണ് നമ്മുടെ കേരളം. നല്ല മെന്റേഴ്സ് ഉണ്ട്, നല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. എന്തായിരിക്കും യങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിന് യൂണിക്കോണുകൾ അല്ലെങ്കിൽ ബിഗ് വാല്യുവേഷൻ കമ്പനീസ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് വരുന്നതിലുള്ള കുറവ് എന്തായിരിക്കും ശരിക്കും കാരണം? ഇവിടെ തുടങ്ങാം. നമ്മൾ ആക്ച്വലി കമ്പയർ ചെയ്യുന്നത് എപ്പോഴും സിലിക്കൺ വാലി ആയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും ബാംഗ്ലൂർ ആയിട്ടോ അല്ലെങ്കിൽ ഡൽഹി ആയിട്ട് മുംബൈ ആയിട്ടൊക്കെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റവുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ഒരു എക്കോസിസ്റ്റം അല്ല കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പം ബാംഗ്ലൂർ ആയിക്കഴിഞ്ഞാലും ഡൽഹി ആയിക്കഴിഞ്ഞാലും മുംബൈ ആയിക്കഴിഞ്ഞാലൊക്കെ അവർ ഇന്ന് കാണുന്ന പോലത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആവുന്നതിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലിറ്ററസി ഉണ്ട്, നമ്മൾ കുറച്ച് കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ പോപ്പുലേഷൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശരിക്കും ഒരു സിറ്റി അല്ല കേരളം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ഇന്ന് നമ്മൾ നടക്കുന്നത് കൊച്ചിയുടെ അടുത്താണെങ്കിൽ പോലും ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തവർ പലരും കൊച്ചിയിലല്ല, അല്ലെങ്കിൽ കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്നവരല്ല. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു ബിഗ് സിറ്റിയാണ് ശരിക്കും കേരളം. അപ്പം കേരളം ഒരിക്കലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ സിലിക്കൺ വാലിയൊക്കെ നോക്കുമ്പം സിലിക്കൺ വാലിയിൽ എന്തുകൊണ്ട് ഇത്രയധികം യൂണിക്കോൺസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത്രയധികം $1 ബില്യൺ കമ്പനികൾ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു സിലിക്കൺ വാലിയുടെ സ്റ്റോറി അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. അവിടെ ഒരു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച്, ആ യൂണിവേഴ്സിറ്റിയുടെ ആ റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് ബിൽഡ് ആയിട്ടുള്ള 1-2 സക്സസ്ഫുൾ കമ്പനീസ്, ആ കമ്പനീസ് വീണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഓവർ ദി ഇയേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് സിലിക്കൺ വാലിയിൽ. അപ്പം നമ്മളെ കേരളത്തിലേക്ക് വരുമ്പം നമുക്ക് ഇതിൽ പറഞ്ഞ 2 കൾച്ചേഴ്സും ഇല്ല. അതായത് ഒന്ന്, ഡീപ്പ് റിസർച്ച് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് കേരളത്തിലില്ല. നമുക്ക് ജോലി കഴിഞ്ഞ അപ്പം പഠനം കഴിഞ്ഞാൽ അപ്പോൾ ജോലി കിട്ടണം, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വരുമാനം വരണം. അങ്ങനെ ഒരു പ്രഷറൈസ്ഡ് ഒരു എക്കണോമി അല്ലെങ്കിൽ റവന്യൂ ഫോസ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. ഈവൻ ഓൺടർപ്രണർഷിപ്പ് പോലും ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു പ്രീ കോവിഡ് ഇറയിലൊക്കെ ഓൺടർപ്രണർഷിപ്പ്, ഞാനൊരു ഓൺടർപ്രണർ ആവാൻ പോവാണ്, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് എന്ന് പറയുമ്പം എത്രത്തോളം പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റമൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി റെയർലി ആണ് പാരൻസ് ഒക്കെ അത് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. മേ ബി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും ഈവൻ ടുഡേ ആയി കഴിഞ്ഞാൽ ഇന്നും മെജോറിറ്റി താല്പര്യം കുട്ടികൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവുന്നതോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ലോയറൊക്കെ ആവുന്നതോ.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു കൾച്ചറാണ് നമുക്ക് ഈ സിലിക്കൺ വാലി ആയിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡൽഹി ആയിട്ട് നോക്കുമ്പോൾ നമുക്കുള്ളത്. പ്ലസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മളൊരിക്കലും അവരുടെ കൂടെ ബിൽട്ട് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം അല്ല. നമ്മൾ വെരി ഏർലി സ്റ്റേജിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ്. മേ ബി ഇവിടെ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒരു ബസ് വേർഡ് ആയിട്ട് ഒരു 5 to 8 years ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം വി ഹാവ് ഇനഫ് പൊട്ടൻഷ്യൽ. നമുക്ക് ഈ പറഞ്ഞ പോലെ ലിറ്ററസി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് ഗ്ലോബൽ ഡയസ്പോറ ഉണ്ട്. പക്ഷെ നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വെരി ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുന്ന് ഒരുപാട് യൂണിക്കോൺസ് ഉണ്ടാവും. മേ ബി റൈറ്റ് ടൈം ഈസ് യെറ്റ് ടു കം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമിത്തിന്റെ അടുത്താണ് എൻ്റെ അടുത്ത ചോദ്യം. അതായത് ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാവും, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ അവനൊരു ആശയം കണ്ടെത്തും. പിന്നീട് അവൻ ചിന്തിക്കും, ഇത് ലോകം മൊത്തം വിറ്റാൽ എനിക്ക് അത്രയും മൂല്യമുള്ള ഒരു കമ്പനി ആയിക്കൂടെ. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് സ്കെയിൽ ചെയ്യുക, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ആശയത്തിലേക്ക് എത്തി. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റ്സ് ഏർലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എവിടേക്കായിരിക്കും, എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? അതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് വന്നത്? Yeah, thanks Vivek, and thank you for inviting me here as well. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കാലത്ത് തുടങ്ങി നല്ല കുറേ ഡിസ്കഷൻസും ഇറ്റ് വാസ് ബീങ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്, ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രോമത്തിസ്. എനിക്ക് തോന്നുന്നു ഇൻ ടേംസ് ഓഫ് സ്റ്റാർട്ടപ്പ് എല്ലാവരുടെയും ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആണ്. ആൻഡ് ഫോർ us it was no different. 2018 നമ്മൾ ഇൻകോ റോബോട്ടിക്സ്, we did not want to become any other training company on technologies. So we started looking at doing R&D projects. അപ്പോൾ R&D projectsൽ ഏതൊരു മേഖലയിൽ പോയി സംസാരിക്കുമ്പോഴും അവിടെയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു നമുക്കുണ്ടായിരുന്ന ചാലഞ്ചസ്. ബിക്കോസ് ആൻഡ് വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ഇപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ട്സ്. വി ഡിഡ് a gate trainer for cerebral palsy patients. We did a firefighting robot for the Indian Army. ഇങ്ങനെ കുറേ റിസർച്ച് പ്രോജക്ട്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ നമുക്ക് ഉണ്ടായിരുന്ന വൺ വാസ് ബിക്കോസ് വി വർ ബൂട്ട് സ്ട്രാപ്ഡ്, ദ ഫണ്ടിങ് ചാലഞ്ച് വാസ് ദ തിങ്. പിന്നെ the challenge that we have is also ഇപ്പോൾ റമീസ് അഡ്രസ് ചെയ്തു, the challenge from the society. Yeah, first time entrepreneurs, you know, the risk in the society. Do you want to take that risk? ഹാർഡ്വെയറിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനേക്കാളും നല്ലത് സോഫ്റ്റ്വെയർ കമ്പനീസ് ആണ് കമ്പാരിറ്റീവ്ലി, ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ല. റിട്ടേൺ ഇസ് വെരി ഫാസ്റ്റ്, യുനോ. ആൻഡ് 2018 കാലഘട്ടത്തിൽ ഈ ഒരു ടെക്നോളജി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഇൻ ടു ദ മെയിൻ സ്ട്രീം. ഇന്ന് കാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടിപ്പിക്കൽ എക്സാമ്പിൾ ഇസ് ജെൻ റോബോട്ടിക്സ്. ദേ ഹാഡ് ടു സ്ട്രഗിൾ, ദേ വർ ഓൺ ദ വേർജ് ഓഫ് വൈൻഡിങ് അപ്പ്. അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനിലാണ് അവർ തിരിച്ചു വന്നതും ഇപ്പോൾ ഒരു 10 കോടിയുടെ 100 കോടിയുടെ കമ്പനിയായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ആ സ്ട്രഗിൾസ് എല്ലാ സ്റ്റാർട്ടപ്സ്, എസ്പെഷ്യലി കേരളയിൽ ഹാർഡ്വെയർ ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾസോ നോ എക്സെപ്ഷൻ. അതിൻ്റെ ഇടയ്ക്കാണ് ആരും കാണാത്ത കോവിഡും കയറി വന്നു. അപ്പോൾ ഇറ്റ് ബിക്കെയിം ഈവൻ മോർ ഡിഫിക്കൽട്ട്, ബിക്കോസ് വർക്ക് ഫ്രം ഹോം, എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്സിൽ, ഹാർഡ്വെയർ സ്റ്റാർട്ടപ്സിൽ അത് ചാലഞ്ചിങ് ആണ്. പിന്നെയും ആ ഒരു റിമോട്ട് വർക്ക് വിത്തൗട്ട് എ ഹാർഡ്വെയർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ദാറ്റ് വാസ് അനദർ ചാലഞ്ച് ദാറ്റ് വി ഹാഡ്. പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്തത് നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. We wanted to ensure that we are creating awareness in the market, because we were one of the first people into the market on these kind of technologies. And we wanted to do training as well. So അങ്ങനെ ഒരു ഫിസിക്കൽ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ആർ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. ദ ഡ്രീം പ്രോജക്റ്റ് ഓഫ് ദിസ് ഇസ് കോൾഡ് എ റോബോ പാർക്ക്. എങ്ങനെ ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് വന്ന് ഒരു ടെക് അമ്യൂസ്മെൻറ്റ് പാർക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ അവർക്ക് അടുത്ത സ്റ്റെപ്പ് ലേണിങ്ങിലേക്ക് കൊണ്ടുവരാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ തന്നെ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്, ടെക് സ്റ്റാർട്ടപ്സിന് ഒരു 10 സ്റ്റാർട്ടപ്സിന് എല്ലാ കൊല്ലം ഇൻക്യുബേറ്റ് ചെയ്യാം. അങ്ങനെ ആ ഫിസിക്കൽ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഡു ദിസ് ഇൻ മൾട്ടിപ്പിൾ സിറ്റീസ് അക്രോസ് ഇന്ത്യ ആൻഡ് ദെൻ ഗോ ബിയോണ്ട്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡ്രീമിങ് ഓഫ്. ആൻഡ് ഐ തിങ്ക് വി ആർ ഇൻ ദ ജേർണി. ബട്ട് എല്ലാ സ്റ്റേജിലും നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഇപ്പം ഐ നോ വെൻ യു ഗെറ്റ് ടു ദ ഫസ്റ്റ് 10 കസ്റ്റമേഴ്സ് ഇസ് എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. വെൻ യു ഗെറ്റ് ടു ദ നെക്സ്റ്റ് 100 ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഈസ് അഗെയിൻ നമ്മൾ കാണുന്നത് ആ ഒരു വെൻ യു കമ്പയർ ഇറ്റ് ടു സിലിക്കൺ വാലി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് ഈസ് വൺ ഈസ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓവർ ഹിയർ, അല്ലേ?
our education system is a bit broken. I would say it is completely broken because our entrepreneurial mindset alla ee nammade education system illulladu. They see it as a risk. Why do you want to do business? The safe job is a government job or any other job. അപ്പോൾ എംപ്ലോയി എന്നുള്ള ഇതിലേക്കാണ് ഇപ്പോഴും എഡ്യൂക്കേഷണൽ സിസ്റ്റം ലീൻ ചെയ്യുന്നത്, which has to change. That is what Silicon Valley has done 25 years ago. They have changed that mindset. And people working there all have entrepreneurial mindset. And they have brought in a lot of these people like you have brought in a lot of these, investment funds and, changed it like you have the Y Combinator and things like that. They've changed the mindset of a lot of people. They understood that if people have money, they can build. And that is, again, Elon Musk is a typical example. Tesla, our dream ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു it is a failure. But he built it in around 10 years' time and he showed the world that things can move. പിന്നെ 1995 ഇന്റർനെറ്റ് വന്ന് ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും ജെഫ് ബിസോസ് പറഞ്ഞു ഇനി ഉള്ള റീറ്റെയിൽ ബിസിനസ് ഒക്കെ ഓൺലൈൻ ആയിരിക്കുന്നു. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. നൗ യു സീ എവറിബഡി ഈസ് ഇൻ ടു ദാറ്റ്. Amazon, Flipkart, all of this, even food delivery and everything is happening through there. So that is how visionaries are formed. I think there is an initial struggle, but once you go through that struggle, then we will be able to overcome it and we'll reach a tipping point. അതിൽ പിടിച്ചു നിൽക്കണം എന്നാണുള്ള എൻ്റെ, ബിക്കോസ് ഐ സീ ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് അവേ. ബിക്കോസ് അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സൊസൈറ്റിയൽ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിയർ ഗ്രൂപ്പ്സ് എല്ലാവരും പറയുന്നു എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത്, സേഫ് ആയിട്ടുള്ള ജോബിന് പോയിക്കൂടെ, ശമ്പളം കിട്ടിക്കൂടെ എന്നുള്ള. അപ്പോൾ അതിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ വേറെ ആയിരിക്കും. ദിസ് ഇസ് ദ ഡ്രൈവ് ഓർ ആ ഒരു എൻ്റർപ്രണൽ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സോ ദാറ്റ് ഈസ് മൈ ടേക്ക് ഓൺ ദിസ്. താങ്ക് യു. നീ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുകയുണ്ട്. ഇത് രണ്ട് ഫൗണ്ടേഴ്സിന്റെ ആംഗിളിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ 400-ലധികം പ്രോജക്റ്റുകൾ ഇങ്ങനെ ഇരുന്ന് വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ആളുകളെ കേൾക്കാൻ തയ്യാറാവാറുണ്ട്. അപ്പൊ കേൾക്കുന്ന സമയത്ത് അവരുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ചേട്ടാ ഞങ്ങൾക്ക് 10 കോടി രൂപ മതി, 10 കോടി രൂപ ഇത്ര വാല്യുവേഷനിൽ ഇത്ര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആക്കാം എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ പാർട്ട്ണർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഓക്കെ 10 കോടി രൂപ ഈ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, വാട്ട് ഈസ് യുവർ കമ്മിറ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നു. എല്ലാവരും അത് തന്നെ പറയുന്നു. അതിനുശേഷം അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ആശയം ഇതാണ്. ഇൻവെസ്റ്റർ ഇതേ ആശയം ചെയ്ത് പരാജയപ്പെട്ട് അതിന്റെ പല വെർഷനുകളിൽ കൂടെ പോയൊരു വ്യക്തിയായിരിക്കും അപ്പുറത്ത് കേൾക്കാനിരിക്കുന്നത്. അപ്പൊ കേൾക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥ ഫൗണ്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ടേം ഷീറ്റ്, അതായത് ലാസ്റ്റ് ചെക്ക് സൈൻ ചെയ്യാനായിട്ട് അതിന്റെ തൊട്ട് മുമ്പ് ടേം ഷീറ്റ് അയക്കുന്ന സമയത്ത് ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ടേം ഷീറ്റിൽ ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരാം, ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്ര ഇക്വിറ്റിക്ക്, പക്ഷെ നിങ്ങളുടെ ഫുള്ളി കമ്മിറ്റ്മെന്റിൽ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് തിരിച്ച് അതേപോലെ തിരിച്ചിങ്ങോട്ട് അയച്ചിട്ട് ഒരു വാക്ക് മാറ്റും. ആ ഫുള്ളി കമ്മിറ്റ്മെന്റ് ചെറുതായിട്ട് ഒന്ന് മാറ്റി എഡിറ്റ് ചെയ്ത് തിരിച്ചു തന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു സംഭവം, എന്താ കമ്മിറ്റ്മെന്റിന്റെ ഒരു ചെറിയ വാക്ക് മാത്രം തിരുത്തിയേക്കണത്. അപ്പൊ പറഞ്ഞു ബ്രോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഇത് നമ്മളുടെ വിഷനാണ്, ഡ്രീമാണ്, എല്ലാമാണ്, നമ്മുടെ കമ്പനി ഇങ്ങനെ കൊണ്ടുപോകണം, അത് ഞങ്ങള് ഫ്രീലാൻസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, അതിന്റെ കാശ് ഞങ്ങൾ പേഴ്സണലി എടുക്കുന്നു എന്നും പറഞ്ഞു. ഇങ്ങനെയും ഫൗണ്ടേഴ്സ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കുറെ ചലഞ്ചസ് അല്ലെങ്കിൽ പല ഫേസുകൾ ഈ ജേർണിയിൽ ഇങ്ങനെ പറയാൻ കഥകൾ ഉണ്ടാവുന്നത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അതേ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, ആ ഇൻവെസ്റ്റർ ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിൽ കാണേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നല്ല ചോദ്യമാണ്. അതായത് ഞാൻ ഇൻവെസ്റ്ററായിട്ടും ഇൻവെസ്റ്റ് ഇരിക്കുന്ന ആളാണ്. ഓൾറെഡി ഇൻവെസ്റ്ററാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. 2-3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവർ മുമ്പ് സംസാരിച്ച ആൾക്കാർ പറഞ്ഞല്ലോ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു തകരാറ്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കേണ്ടതാണ്. നമ്മൾ ഒരാൾ പോലും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരണം, റിസ്ക് എടുക്കണം എന്നുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് എടുക്കാൻ, റിസ്ക് അവേർഷനാണ് നമ്മൾ എപ്പോഴും. നമുക്ക് അത് വേണോ അല്ലെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം മതി. അല്ലാതെ ഒരാളുടെ ഒരു ഐഡിയക്കകത്ത് നമ്മൾ എങ്ങനെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് എല്ലാം എപ്പോഴും ഒപ്പോസിഷൻ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഒരു കാര്യം. ഇപ്പം ഇത് ചോദിച്ച പോലെ
ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോജക്റ്റിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് എപ്പോഴും എന്താണ് വേണ്ടത്? ഇൻവെസ്റ്റർക്ക് 3 പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അതൊക്കെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതിലുള്ള റിസ്ക് ആപ്പിറ്റൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രൈമറി ആയിട്ട് നോക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് ഒന്ന് റിസ്ക് ഞാൻ അനലൈസ് ചെയ്യും, 2 റിട്ടേൺ, 3 എനിക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. ഈ 3 പോസിബിലിറ്റീസ് ആണ് ഞാനൊരു ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും ഞാൻ പ്രൈമറി ആയിട്ട് കാണുന്ന കാര്യം. അപ്പോൾ ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ബിസിനസ്സിൽ എത്രത്തോളം റിസ്ക് ഞാൻ എൻ്റെ ഒരു ഇവാലുവേഷൻ ഉണ്ട്, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഐ ക്യാൻ ടേക്ക് അപ്പ് ദാറ്റ് റിസ്ക്. അപ്പോൾ അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ഹൈ ആയിരിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കും, ലോ ആയിരിക്കാം. അത് എൻ്റെ ഒരു ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് എനിക്ക് ആ പൈസ കൊണ്ട് കമ്മിറ്റ് ചെയ്താൽ എനിക്ക് ഉടനെ കിട്ടും, എത്ര വർഷത്തിനുള്ളിൽ കിട്ടും, എത്ര റിട്ടേൺ കിട്ടും, എത്ര പെർസെൻറ്റേജ് കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റബിൾ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുമ്പോഴാണ് ഒരു ഇൻവെസ്റ്റർ ആ ഒരു പ്രോഡക്റ്റിൽ ഇല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ആണ്. അപ്പോൾ എൻ്റെ റിസ്ക്കും റിട്ടേണും തമ്മിലൊരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ട്. കൂടുതൽ റിസ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടും. അതുകൊണ്ടാണ് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ അതിനകത്ത് കിട്ടും. അത് എക്സാക്ട്ലി സെയിം മാനറിൽ നമ്മുടെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണോ അത്രത്തോളം റിട്ടേൺ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. ദെൻ ഒരു എക്സിറ്റ് ആണ്. അപ്പം ഒരു ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, ഞാൻ സ്വന്തമായിട്ട് തുടങ്ങുന്ന പോലെയല്ല, ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്കൊരു എക്സിറ്റ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മേ ബി ഞാനൊരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യും, 1 year, 2 years, 3 years, 5 years, അത് ഡിപ്പെൻഡിങ് ഓൺ സോ മെനി പാരാമീറ്റേഴ്സ്. അപ്പോൾ ആ എക്സിറ്റ് എപ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 പോയിന്റും ആണ് ഇൻവെസ്റ്റിയുടെ പോയിന്റിൽ നിന്ന്. ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാനിപ്പോൾ വിവേകിൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 3 പാരാമീറ്റേഴ്സ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഈ 3 പാരാമീറ്റേഴ്സ്, എങ്ങനെ അവർ കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇൻവെസ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അടുത്ത് പ്രോഡക്റ്റിൻ്റെ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കുറേ സ്റ്റോറീസ് പറയും. പക്ഷെ ഒരു ഇൻവെസ്റ്ററും നമ്മൾ കൊടുക്കുന്ന പിച്ച് ഡെക്കോ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സൽ ഷീറ്റിൽ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫിഗേഴ്സോ നോക്കിയിട്ടല്ല ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കമ്പനികളിലെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ, അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഐഡിയാസും അവരുടെ ക്വാളിഫിക്കേഷനും അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, ഓക്കെ ദേ ക്യാൻ പെർഫോം എന്നുള്ളത്. അപ്പൊ പ്യുവർലി നമ്മൾക്ക് റിസ്ക് ക്യാപിറ്റലാണ്, ആളെ മാത്രം നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കമ്പനി എന്ന് പറയുന്ന കാര്യങ്ങൾ അത് വരാണ്ടിരിക്കാം, എന്ത് കാര്യങ്ങളാണ് സംഭവിക്കാം. ആ പ്രപ്പോസലേ നമുക്ക് ചിലപ്പം നമുക്ക് ത്രൂ ആകാതിരിക്കാം. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സും, ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ പറയുന്ന കഥകളെല്ലാം നമ്മൾ കേൾക്കും. ഈ പറഞ്ഞ 400, 500, 600 പ്രോജക്ട്സുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു ഫീൽ ഉണ്ട്, ഓക്കെ ഇത് ഈ ഒരു പ്രപ്പോസൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത് ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് പോകാം, എന്താ വെച്ചാൽ മറ്റുള്ള ആളിലേക്ക് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഒരു കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ മാർക്കറ്റ് സൈസാണ്, അതിൻ്റെ സസ്റ്റൈനബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി ആണ്. ഈ ഫാക്ടേഴ്സ് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്ത് ഉദാഹരണമായിട്ട് പറയുന്നത്, എൻ്റെ അടുത്തൊരു സ്വർണ്ണക്കട്ടിയുണ്ട്, പക്ഷെ ആ സ്വർണ്ണക്കട്ടി വാങ്ങിക്കാൻ കപ്പാസിറ്റി ആൾക്കാർക്കില്ല, ഇല്ലെങ്കിൽ അതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ ആ സ്വർണ്ണക്കട്ടി എൻ്റെ കയ്യിൽ ഇരിക്കുകയുള്ളൂ, അതിനൊരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണെങ്കിലും അതിന് മാർക്കറ്റ് വേണം. ആ മാർക്കറ്റ് നമ്മൾ ആദ്യമേ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു കാര്യം ഇൻക്യുബേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എല്ലാ ആൾക്കാരുടെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അടിപൊളിയുണ്ട്. ഇനി ഒരു കൈ അടി കൊടുക്കടാ, എന്താ ഇനി അടുത്തത് ആ ഇരിക്കുന്ന കുരുന്നുകളില്ലേ ചെറുപ്പക്കാര്, അവർക്കാണ് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ആയിട്ട് വന്ന് ഇൻക്യുബേഷൻ ഗ്രാൻഡ് ഒക്കെ വാങ്ങിച്ച പിള്ളേരാണ്. എലവേറ്റർ പിച്ചെന്ന് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഇന്നത്തെ പിള്ളേരൊക്കെ ശരിക്കും എത്ര ഭാഗ്യവാരന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു 40-50 വർഷത്തിനൊക്കെ മുമ്പ് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം വീട്ടിൽ കാശ് ചോദിക്കും അല്ലേ. വീട്ടിൽ നിന്ന് അപ്പം പറയും ശരിട്ടാ മോനെ അത് നീ പണിക്ക് പോയിട്ട് കാശുണ്ടാക്കാൻ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശ്രയം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് ബിസിനസ് തുടങ്ങാൻ. അതും എളുപ്പമായിരിക്കില്ല. ഇന്നത്തെ കാലത്ത് അവർക്ക് ഏത് മില്യണയറിനായിക്കോട്ടെ ഏത് ഇൻവെസ്റ്റർ ആയിക്കോട്ടെ റീച്ച് ചെയ്യാനുള്ള ആക്സസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസിയാണെന്ന്. അന്ന് ഈ ഇരിക്കുന്ന സാറിന്റെ സമയത്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ
കത്തൊക്കെ എഴുതിയിട്ട് വേണം, അല്ലെങ്കിൽ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് സാർ അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് വേണം വരാൻ. ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, ആക്സസ് ഉണ്ട് അല്ലെ, നെറ്റ്വർക്ക് വളരെ എളുപ്പമാണ്, ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണക്ഷനുകൾക്ക് ബുദ്ധിമുട്ടില്ല, ബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ബുദ്ധിമുട്ടില്ല, ആക്സസുകൾക്ക് ബുദ്ധിമുട്ടില്ല. ഈ ഒരു കാലഘട്ടത്തില് ഇപ്പോ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കാന്ന് പറയും. അതായത് ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ എങ്ങനെ നമ്മളുടെ ആശയം അപ്പുറത്തെ ആളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം. കണക്ഷൻ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ആ 5 മിനിറ്റ് കിട്ടിയാൽ ഒരു കഥ പറയും. അതായത് എന്താണോ പ്രൊഡക്റ്റ് അതിങ്ങനെ ഇലാബറേറ്റ് ചെയ്ത്, അപ്പൊ കേൾക്കാനിരിക്കുന്ന ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ആ 5 മിനിറ്റ് കേൾക്കുന്ന ആൾ ശരിയുടെ മോനെ എന്ന് പറഞ്ഞ് ഷേക്കിന്റെ എടുത്തിട്ട് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ചാറ്റ പറഞ്ഞു വിടും. ഇങ്ങനെയാണ് പൊതുവെ ഉണ്ടാവുക. അപ്പോ അപ്പുറത്തെ ആൾ ഓ ഈഗോ, ഇയാള് നമ്മുടെ ആശയം കേട്ടിട്ട് വില തന്നില്ല, $1 ബില്യൺ ഐഡിയ ആണ്. ഈ കേൾക്കുന്ന ഇൻവെസ്റ്റർ ഇത് തന്നെ 10ാമത്തെ തവണ കിട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. 11ാമത്തെ ആളായിരിക്കും ഇവൻ, ഇത് അവനറിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഒരു 18 മുതൽ 25-27 വയസ്സ് വരെയുള്ള ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ്, അത് കഴിയുമ്പോൾ അവർ അനുഭവത്തിൽ നിന്ന് പഠിച്ചോളൂ. റിജക്ഷൻ കിട്ടുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് കേൾക്കുന്നു, പഠിക്കുന്നു, അത് റീഡിഫൈൻ ചെയ്ത് വരുന്നു. അപ്പൊ അവർ ഈ സ്റ്റേജിലേക്ക് എത്തും 40-40 വയസ്സൊക്കെ ആകുമ്പോൾ. അപ്പൊ ഗ്രോത്തിനെ ഷോർട്ട് കട്ട് ചെയ്യുക, ടൈമിനെ ഷോർട്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് സാറിനോടാണ് ചോദിക്കാനുള്ളത്, ഈ ചെറുപ്പക്കാര് അല്ലെങ്കിൽ 20-25 വയസ്സിനിടയിലുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനടുത്ത് കൊടുക്കാനുള്ള സിമ്പിൾ അഡ്വൈസ് എന്തൊക്കെയായിരിക്കും? നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ വന്നത്, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് സ്റ്റാർട്ടപ്പിലല്ല. 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് നേരത്തെ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രഷർ അതാണ്. അതായത് അത് കാരണം അച്ഛനമ്മയും പറഞ്ഞുകൊണ്ട് നേരെ പോയി ഗവൺമെൻറ് ജോലി കയറി. 24 കൊല്ലം ഗവൺമെൻറ് ജോലിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാസ്റ്റ് 3 മാസത്തിന് മുമ്പ് റിസൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ CEO ആയിട്ടിരിക്കുകയാണ്. ഒരു 7-8 കൊല്ലമായിട്ട് സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം, പ്രത്യേകിച്ച് എനിക്ക് ഹാർഡ്വെയർ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇതായിട്ടുള്ള മേക്കേഴ്സ് വില്ലേജ്, അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ അങ്ങനെയൊക്കെ കുറേ സ്റ്റാർട്ടപ്പുകളെ കണക്ട് ചെയ്ത് കണ്ട് ഗാലറിയിൽ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് കുറേ നാൾ നടന്നതാണ്. എന്നിട്ട് അപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 60 വയസ്സ് ഒരു ജോലിയുണ്ട്, ഒരു കുഴപ്പമില്ല, റിസ്ക് ഒന്നുമില്ല, മര്യാദക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റിലോട്ട് പോകാൻ പറ്റും, ഒന്നും പേടിക്കണ്ട. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചു, എങ്ങാനും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു റിഗ്രറ്റ് വന്നാലോ. സ്റ്റാർട്ടപ്പ് കുറേ നാളായിട്ട് എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ട്, അപ്പോൾ ചെയ്ത് കാണിക്കണ്ടേ. ഇല്ലെങ്കിൽ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കത്തില്ലേ, ഈ മനുഷ്യൻ എന്താ കുറേ നാളായിട്ട് ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്ത് കാണിക്കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വേറെ തമാശകളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അപ്പം അങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം, ബെസ്റ്റായിട്ട് പിള്ളേർക്ക് എന്താ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടത് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഒരുപാട് പിച്ച്, ഇൻക്ലൂഡിങ് എലിവേറ്റർ പിച്ച് കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വന്നിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് കുറേ പേര് വന്ന് പിച്ച് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ പിച്ച് കേൾക്കാനിരിക്കുന്ന ആൾക്കാരുടെ എന്താ മാനസികാവസ്ഥ എന്താന്ന് പോലും ആ പിള്ളേർക്ക് അറിയത്തില്ല. പകുതി കൂടുതൽ ആ ടെക്നിക്കലായിട്ട് പറയുന്ന സാധനം പകുതിയും, കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ മേഖല ആയിരിക്കണം എന്നില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ പ്രധാനമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാനായിട്ട് പഠിക്കണം. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പം ആരും ചെയ്യാത്തൊരു കാര്യമാണ്. പണ്ട് എല്ലാവരും വെടിപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. എല്ലാവരുടെ കയ്യിലും ചെറിയൊരു ബുക്ക് ഉണ്ടാവും, എന്ത് കണ്ടാലും എഴുതി വെക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും ചെയ്യാറില്ല. അവർ വരും, എല്ലാം നമ്മൾ മറ്റേ നോഷനിൽ എഴുതുക, ഇതിൽ എഴുതുക, അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ച് വെച്ച് ചോദിച്ചിട്ട് അവൻ എന്ത് പറയണോ അത് വെച്ച് ആക്ഷൻ എടുക്കുന്ന തലമുറയാണ് ഇപ്പോൾ. പണ്ടത്തെ ആൾക്കാർ ഞാൻ കണ്ട ലെജൻഡറി ആയിട്ടുള്ള, അതായത് ശരിക്കും ഇപ്പം എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർ പോലും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, വെൻ ഇൻ ഡൗട്ട് പ്ലീസ് റൈറ്റ്. പ്രധാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു എലിവേറ്റർ പിച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ പറയേണ്ട സ്റ്റോറി, അതിൽ വരുന്ന മെയിൻ കണ്ടന്റ് മര്യാദക്ക് നിങ്ങൾ ആദ്യം എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ക്ലാരിറ്റി ഇല്ല എന്ന് വെടിപ്പായിട്ട് മനസ്സിലാവും. ആ ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ
5 മിനിറ്റ് സംസാരിച്ചാലും 2 മിനിറ്റ് സംസാരിച്ചാലും വളരെ ക്ലിയർ ആയിരിക്കും. ആ പറയുന്ന ആൾക്ക് മനസ്സിലാവും. സ്പീഡിൽ പറയുമോ പതുക്കെ പറയുമോ അതൊക്കെ ആദ്യം തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും. കാരണം രണ്ടുപേർക്കും മനസ്സിലാവും സഭാകമ്പം, അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇതൊന്നും കാണത്തില്ല, കൈയും കാലും എന്താണോ എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത്, നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യ തുടക്കത്തിൽ ഒരു കണക്ടിവിറ്റി ഐസ് ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ടാവും 1 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വതസിദ്ധമായ സ്റ്റൈലിൽ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെടിപ്പായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ സ്കില്ല് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പല ഭാഷയിൽ പലരും പലതും പറയുന്നുണ്ടോ, സ്റ്റോറി ടെല്ലിങ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടോ. പക്ഷേ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പറയുന്നത് ഉണ്ടാക്കുന്ന പിച്ച് ഡെക്ക്. ആ പിച്ച് ഡെക്ക് പല പല ഫോമാറ്റുകളുണ്ട്, പലത് സാധനമുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നതും നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ 2 കാര്യങ്ങൾ അതിനകത്തില്ലെങ്കിൽ, അതാണ് നേരത്തെ സുരേഷ് സാറ് പറഞ്ഞത്, ആ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ഫൗണ്ടർ, അതായത് സ്കിൻ ഇൻ ദ ഗെയിം ഓഫ് ദ ഫൗണ്ടർ, ആ സാധനം ഇല്ലാതെ ഒരു പിച്ച് ഡെക്കിനും ജീവൻ ഉണ്ടാവില്ല. അതിനകത്ത് കുറേ ഫിഗേഴ്സ് ഉണ്ടാവും, കുറേ ഫാക്ട്സ് ഉണ്ടാവും. അതിൽ ജീവൻ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് കുറേ ആൾക്കാരുടെ കമ്മിറ്റ്മെൻറ്റ്, അതായത് വരാൻ പോകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിന് നേരത്തെ പറഞ്ഞിട്ട് അയാൾ കയറുകയാണ്. ആ കമ്മിറ്റ്മെൻറ്റിന് ഒരു സ്ട്രെങ്ത് കൊടുത്താൽ മാത്രമേ അത് ഏതെങ്കിലും ഒരു ഫൗണ്ടർ, ആ കമ്മിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ സ്പാർക്ക് കിട്ടിയാൽ മാത്രമേ അയാൾ ബാക്കിയുള്ളവരെ കൊണ്ട് അത് സമ്മതിപ്പിച്ചോളൂ. ഈ പയ്യന് കൊടുത്തോളൂ, ഒന്ന് കൊടുക്കുമോ. ഐ ബിലീവ് ഇത് എല്ലാവരും എഗ്രി ചെയ്യുന്നൊരു പോയിന്റാണ്. കാരണം ഫ്രാങ്ക്ലി ഞാനും ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പിൽ ഇപ്പോൾ 2 മാസമായിട്ട് നിൽക്കുന്നതും എനിക്ക് കിട്ടിയ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നീ എന്തുകൊണ്ടാണ് ആ കമ്പനി നിൽക്കുന്നത്, നിനക്ക് എന്താ വേണ്ട, 45 വയസ്സ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും. ഞാനിപ്പോൾ 46ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആ പുള്ളി ചോദിച്ച വളരെ സിമ്പിൾ ചോദ്യമാണ്, ഈ 46ാമത്തെ വയസ്സിൽ നിനക്ക് എന്ത് കിട്ടിയാൽ നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, നിനക്ക് ആ ആഗ്രഹം എല്ലാം ഉണ്ട്, നീ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല. പേടിയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഫണ്ടിങ് ഞാൻ ചെയ്യാം, അത് ചെയ്താൽ വിൽ യു കം ഔട്ട്, ഇതാണ് ചോദിച്ചത്. പിന്നെ വേറെ ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എളുപ്പമായി കാര്യങ്ങളൊക്കെ. സോ എല്ലാവർക്കും ആ ലക്ക് ഉണ്ടാവില്ല. പക്ഷേ വൺ തിങ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്, ഹി അണ്ടർസ്റ്റുഡ് മൈ ഇൻറ്റൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ ക്ലിയർ ക്ലാരിറ്റി. ആ ക്ലാരിറ്റിയിൽ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, അങ്ങേർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. സോ ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് മൈ എൻ്റർപ്രണർ ജേർണി, മേ ബി ആഫ്റ്റർ ഒരു 10-24 കൊല്ലത്തെ ഗവൺമെൻറ് സർവീസ് കഴിഞ്ഞിട്ട്. സോ എനിക്ക് പറയാനുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത്, ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക, അത് വെടിപ്പായിട്ട് എഴുതി, മേ ബി 1 മിനിറ്റ് ആയിരിക്കും, ആ സെൻട്രൽ ഐഡിയ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ വേറൊന്നും വേണ്ട, അവർ നിൻ്റെ കൂടെ ഉണ്ടാവും. ആ ആത്മവിശ്വാസം പെട്ടെന്നുണ്ടാവില്ല. എൻ്റെ ഒരേ ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഞാൻ കണ്ടിരിക്കുന്നു, ഏറ്റവും നല്ല ഇപ്പോൾ കേരളത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഫാമിലി ബിസിനസ്സുകളുമായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങുക, ആൻഡ് യു വിൽ ഡു വണ്ടേഴ്സ്. ഫ്രാങ്ക്ലി ഞാൻ പറയൂ, കാരണം എനിക്കിപ്പോൾ ഫണ്ടിങ് കിട്ടിയത് ഒരു ഫാമിലി ബിസിനസ്സാണ്, പക്ഷേ കേരളത്തിലുള്ള അല്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫാമിലി ബിസിനസ്സുകൾ നന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് തുടങ്ങിയാൽ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് അത് മതിയാവും, ഒരു സസ്റ്റൈനബിൾ എക്കോസിസ്റ്റം ആവാമെന്നാണ് എൻ്റെ പേഴ്സണൽ ഇത്. താങ്ക് യു. അടിപൊളി. ഒരു നല്ല ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരാളെങ്കിൽ ഫീൽ ചെയ്യുന്നു. പഠിച്ച് ജോലി കിട്ടി, PSC എഴുതി കയറുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ SSC അല്ലെങ്കിൽ UPSC നല്ല എളുപ്പമുള്ള പരിപാടി അല്ല അത്. ഞാൻ പോയിച്ചിട്ടുണ്ട്. ഞാൻ ആള് പറയുമ്പോൾ എനിക്ക് ഹാർട്ടിലെ കൊള്ളണേ. കാരണം എൻ്റെ അപ്പൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പച്ചൻ്റെ അപ്പച്ചൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എക്സൈസുകാരനായിരുന്നു, അപ്പൻ വൈദ്യുതി വകുപ്പിലാണ്. സ്വാഭാവികമായിട്ട് 3ാമത്തെ തലമുറ ഞാനും കാക്കിടാനായിട്ട് പരീക്ഷയ്ക്ക് എഴുതി പോലീസ് ടെസ്റ്റൊക്കെ പാസ്സായിരിക്കുന്ന സമയത്താണ് വെളിപാടിൻ്റെ പുസ്തകം വരുന്നത്. ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചിട്ടാ, വേറെ ഒന്നുമല്ല. അപ്പം എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ ക്രെഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇട്ടുണ്ട് നിങ്ങൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ മിക്കവരും ക്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനു മുമ്പ് ഫ്രീ ചാർജ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫൗണ്ടർ ഒരാളാണ്. പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ സംരംഭകരെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ത്യയുടെ ജാതകം മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം കറക്റ്റാണ് ഞാൻ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടപ്പിന്റെ ആംഗിളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ ഫണ്ട് കിട്ടി എന്ന് പറയുന്നത് ന്യൂസാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവർ ഇത്ര റവന്യൂ ഉണ്ടാക്കിയെന്നല്ല.
അവർ ഇത്ര റവന്യൂ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ ഇത്രത്തോളം ആളുകളെ സെർവ് ചെയ്തു, അവരുടെ ക്വാളിറ്റി അല്ല. ഇപ്പോൾ ഓയോ അല്ലെങ്കിൽ വന്നത് ഏത് സ്റ്റാറ്റസ് എടുക്കട്ടെ, ക്ലയൻസ് ഒക്കെ അൺഹാപ്പിയാണ്. പക്ഷെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്ര വാല്യുവേഷനിലെത്തി, ഇത്ര കോടി രൂപ ഫണ്ട് എടുത്തു എന്നാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന സെലിബ്രേറ്റിംഗ് ആംഗിൾ ഫണ്ടിങ് ആയതുകൊണ്ട് ആ മേഖല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ ആയതുകൊണ്ടും ആ മേഖലയിൽ നിന്നാണ് എനിക്ക് അറിയാനുള്ള അടുത്തൊരു ആഗ്രഹം. അതായത് എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഫണ്ട് ആവശ്യമുണ്ടോ? അങ്ങനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതാണ് അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫണ്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു 30 പേര് 50 പേര് വിളിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ്, ഇതൊന്ന് വാലിഡേറ്റ് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വേണം. എടാ ഒരു 500 രൂപയ്ക്ക് മെറ്റാഡ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്ക്. ആരെങ്കിലും ഇതിന്റെ സർവീസ് വെച്ച് വരുന്നുണ്ടെങ്കിൽ അപ്പൊ അറിയാം അതിന്റെ സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അതിനെതിരെ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ സിമ്പിൾ. ഇത് ഞാൻ ചെറുതായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് തന്നെ ഓൺ ക്യാപിറ്റൽ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ പരീക്ഷണം തുടങ്ങി പിന്നെ അതിന്റെ റവന്യൂ കൊണ്ട് ഓടാവുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ റവന്യൂ മതിയായിരിക്കും അവന് ഗ്രോ ചെയ്ത് പോവാൻ. ഇങ്ങനെയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്റെ അനുഭവമാണ്. ഞാൻ റമീസിനോട് ചോദിക്കുകയാണ്, എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഫണ്ട് ആവശ്യമുണ്ടോ? എല്ലാവർക്കും PR ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എങ്ങനെ? അത് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. കുനാൽ ഷാന്റെ അഭിപ്രായം ഉണ്ടാവും, എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ടാവും. അപ്പം ബേസിക്കലി ഈ കുനാൽ ഷാക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് പിന്നെ ഓരോരുത്തരും ഡിഫൈൻ ചെയ്യേണ്ട കാര്യമാണല്ലോ. ഇപ്പോൾ കുനാൽ ഷാ നല്ലൊരു ഫൗണ്ടർ ആണോ അല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മിക്സ്ഡ് ഒപ്പീനിയൻ ഉള്ള നാടാണ് നമ്മുടേത്. ഇപ്പോൾ കുനാൽ ഷാ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഇപ്പം മെറ്റയുടെ വാട്സപ്പിന്റെ CEO ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും കാലം ഒരു സ്റ്റാർട്ടപ്പ് നടത്തിയിട്ട് അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റാത്ത ആളെ പിടിച്ച് CEO ആക്കിയെന്നത്. അപ്പം എഗെയിൻ കുനാൽ ഷാ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ വേണ്ടെന്നുള്ളതിലും ആളുകൾക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം ക്രെഡ് ഈ പറഞ്ഞ പോലെ ഇത്ര മില്യൺ യൂസേഴ്സ് ഉണ്ട്, ഇത്രയും കോടി റവന്യൂ ഉണ്ട്. പക്ഷേ ഇത്രയും കാലം ആ ബിസിനസ് ഇത്രയും കാലം റൺ ചെയ്തിട്ട് ഒരു രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോഴും എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്ന് പറയാൻ ആ CEOക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ബേസിക്കലി ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ, അല്ലെങ്കിൽ ഞാൻ ഫണ്ട് റേസ് ചെയ്തു ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ, എനിക്ക് റവന്യൂ ഉണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ പ്രയോറിറ്റികൾക്ക് അനുസരിച്ചായിരിക്കണം എന്നുള്ള എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഓരോ ഫൗണ്ടേഴ്സും തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പം ഫണ്ട് റേസ് ചെയ്യപ്പെടണോ എന്നുള്ളത് പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ. ഇപ്പം ഞാൻ കുറേ വേദികളിൽ പോയി പ്രസംഗിക്കുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ കോണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇത്രയും PR ചെയ്തിട്ട് അതിനെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ലെറ്റ്സ് ഞാനൊരു B2B SaaS കമ്പനി നടത്തുന്നു. എൻ്റെ ക്ലയൻസ് മുഴുവൻ യൂറോപ്പിലും UK ആണെന്ന് വിചാരിക്കുക. ഞാനിവിടെ സ്റ്റേജിൽ ഓടി നടന്ന് പ്രസംഗിച്ച്, ഞാനിവിടെ ഓടി നടന്ന് അവാർഡ് മേടിച്ചിട്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മലയാളത്തിൽ കോണ്ടന്റ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? കുറേ ഫോളോവേഴ്സ് ക്രിയേറ്റ് ആവും, കുറേ PR ബബിൾ ക്രിയേറ്റ് ചെയ്യും. ബട്ട് അൾട്ടിമേറ്റ്ലി അത് എൻ്റെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും PR ആണെങ്കിലും ഫണ്ടിങ് ആണെങ്കിലും വിത്ത് എ ഡിറക്ഷൻ എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പം നമ്മൾ എന്തിനു ഫണ്ട് റേസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പം ഇവിടെ ഒരുപാട് പേരുണ്ടാവും, നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഡെഫിനീഷൻസ് ഉണ്ടാവും. എൻ്റെ അടുത്ത് സ്റ്റാർട്ടപ്സ് വരുമ്പോൾ അവരുടെ ഒരു ഡയറക്ഷൻ എനിക്ക് മനസ്സിലാവാറുണ്ട്. ഇപ്പം ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫൗണ്ടർ ഫ്രണ്ട്സ് ഫണ്ട് റേസ് ചെയ്തു, അതുകൊണ്ട് ഞാനും റേസ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഫണ്ട് റേസ് ആണ് വാലിഡേഷൻ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഐ ആം ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ബേസിക്കലി എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം തെറ്റാണ്. കാരണം ഫണ്ട് റേസിങ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി, നമുക്ക് റവന്യൂ വരുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 വർഷം കൊണ്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്തിനെ 2 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എൻ്റെ ടീമിന് എന്ന് മനസ്സിലാക്കുന്ന പോയിന്റിൽ ഈ 10 വർഷത്തെ ഗ്രോത്ത് 2 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു ആക്സിലറേഷൻ വേണം. ആ ആക്സിലറേഷൻ അല്ലെങ്കിൽ അതിനൊരു ഫ്യൂവൽ വേണം. ആ ഫ്യൂവൽ മാത്രമാണ് ശരിക്കും ഫണ്ടിങ്. അല്ലാതെ ഫണ്ടിങ് വന്നതുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനോ PR ബിൽഡ് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അത് അൾട്ടിമേറ്റ് വാലിഡേഷൻ എന്ന് പറയുന്നത് റവന്യൂ മാത്രമാണ്. നിങ്ങൾക്ക് കമ്പനിക്ക് റവന്യൂ ഉണ്ടോ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ നല്ല ബിസിനസ് മോഡലാണ്. കമ്പനിക്ക് റവന്യൂ ഉണ്ടോ, 10 പേര് നിങ്ങൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
മേ ബി അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് എടുക്കാം, ഓക്കെ ഇത് മാർക്കറ്റിൽ ഇതിന് നീഡ് ഉണ്ട് എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി അതാണ് വാലിഡേഷൻ. വാലിഡേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റിന് ഗ്രോ ചെയ്യാനുള്ള ഫ്യൂല് മാത്രമാണ് ഫണ്ടിങ്. അതുപോലെ തന്നെയാണ് ഇനി PR. ഈ PR ഇപ്പം ഞാൻ കുറേ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഡേ 1 മുതൽ ഡോക്യുമെന്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഡോക്യുമെന്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഈ മീൻസ് സോഷ്യൽ മീഡിയയിൽ ഡോക്യുമെന്റ് ചെയ്യുന്നത്, അവരുടെ ജേണി പബ്ലിക്ലി ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നൊക്കെ കാണാറുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി അതെന്താവരുത്, നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതിന് പകരം നാളെ അതൊരു ചലഞ്ചായി മാറരുത്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടപ്സിൽ ഏർലി സ്റ്റേജിൽ ഞാൻ ഇന്റർവെല്ലിൽ തുടങ്ങിയ സമയത്ത് 2018 ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. അന്ന് ഞാൻ തുടങ്ങുന്നത് ഒരു ഓഫ്ലൈൻ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ട്യൂഷൻ സെന്ററിൽ, ആ ട്യൂഷൻ സെന്ററിൽ തന്നെ കുറച്ചും കൂടെ ഒരു അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് ഒരു ടീച്ചറും 40 കുട്ടികളും ഇരിക്കുന്നതിന് പകരം ഒരു 30 ടീച്ചേഴ്സും 50 കുട്ടികളും ഇരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം ആണ് ഞാൻ ഓഫ്ലൈൻ സെന്ററിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2018 തുടങ്ങുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 6-7 സെന്റർ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ പൂട്ടേണ്ടി വന്നു. പിന്നെ ഒരു 1.5 വർഷം ചെലവുകൾ മാത്രമേ ഉള്ളൂ, വരുമാനമൊന്നുമില്ല. അപ്പൊ ആ സമയത്തും എൻ്റെ എനിക്കൊരു 200-250 കുട്ടികളുണ്ട്. ഈ 250 കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഒരു ലേണിങ്ങിലുള്ള കണ്ടിന്യൂവേഷൻ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തു. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പിന്നീട് അത് സ്കെയിലായി. ഇന്നിപ്പോൾ ഏകദേശം 60 രാജ്യങ്ങളിൽ 1,00,000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമുക്ക് 18,000 ടീച്ചേഴ്സ് ഉണ്ട് ഓൺ റോള്. പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസ്. അവിടെ 600 ആളുകളുണ്ട്, 600 സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തതൊന്നും ഞാൻ ഒരു ഫണ്ട് റേസ് ചെയ്യണമെന്ന് വിചാരിച്ച് ബിൽഡ് ചെയ്തതോ, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്തത് കൊണ്ട് ബിൽഡ് ചെയ്തതോ, അല്ലെങ്കിൽ ഞാൻ ഫേമസ് ആവണം എന്ന് വിചാരിച്ച് ബിൽഡ് ചെയ്തതോ, അല്ലെങ്കിൽ ഫേമസ് ആയത് കൊണ്ട് ബിൽഡ് ചെയ്തതോ ഒന്നുമല്ല. എൻ്റെ മുന്നിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ടീച്ചറായിട്ട് എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കുട്ടികളുടെ വിഷമം എന്താണെന്ന് അറിയാം. അത് സോൾവ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷൻ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സായി മാറിയതാണ്. പിന്നീട് ഇപ്പൊ 2018 മുതൽ ബിൽഡ് ചെയ്ത ഒരു സാധനം 2023 ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പോലും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതന്നെ നിർമ്മല സീതാരാമൻ അന്നൊരു സ്പീച്ചിൽ ഞങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതിന് കുറെ അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ ഹോട്ട്നെസ് ഉണ്ട്. ഇപ്പം ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലുള്ള മലബാറിലുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അതും അത്രയും കാലം കേരളത്തിലുള്ളവർ പോലും റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു സ്റ്റാർട്ടപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഹോട്ട്നെസ്, ആ ഹോട്ട്നെസ് വഴി ഉണ്ടായിട്ടുള്ളതാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള നോയ്സും ബാക്കിയുള്ള ഫണ്ട് റേസിംഗ് ഒക്കെ. അതുപോലെ ഫണ്ട് റേസിംഗ് ആയി കഴിഞ്ഞാലും ഞാൻ ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ എനിക്ക് 40 ലക്ഷം രൂപ മന്ത്ലി റവന്യൂ ഉണ്ട്. ഈ 40 ലക്ഷം രൂപനെ 3 കോടി മന്ത്ലി റവന്യൂ 3 crore ഒരു 1.5 ഇയറിൽ ഗ്രോ ചെയ്യിപ്പിക്കാനുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനുള്ള പോയിന്റിലാണ് ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പം ബേസിക്കലി PR ആണെങ്കിലും ഫണ്ടിങ് ആണെങ്കിലും അതിനൊരു ഡിറക്ഷൻ വേണം, അതിനൊരു ഒബ്ജക്റ്റീവ് വേണം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നു, എന്തിനാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം വേണം. ആ വ്യക്തമായിട്ടുള്ള ബോധം പബ്ലിക്കലി വിളിച്ച് പറയാനും പറ്റണം. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് വാലിഡേഷൻ ആണ്. എൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റീവ് എനിക്ക് എന്നോട് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ളത്. അല്ലാതെ എനിക്ക് പറയാനുള്ളത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്ത് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഫേമസ് ആവരുത്. എല്ലാത്തിനും ഒരു ഒബ്ജക്റ്റീവ് വേണം, അല്ലെങ്കിൽ എല്ലാം ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. അടിപൊളി. ഉള്ളിൽ നിന്നുള്ള പെയിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു ചെറിയ റിമോട്ട് ഏരിയയിൽ നിന്നൊന്ന് സ്റ്റാർട്ടപ്പാണ് അവൻ്റെ. ഇനി അടുത്തൊരു ഒരു ചോദ്യമല്ല, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടോ? അതായത് ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി. ചില നിക്ഷേപകർ, ഇമ്പൾസീവ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അയ്യോ ഇതിൽ ഇപ്പിട്ടില്ലെങ്കിൽ നാളെ അത് ഇരട്ടിയായാൽ എനിക്ക് അത് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാവും. അല്ലെങ്കിൽ നാളെ അവൻ 1000 കോടി എത്തിയാൽ അയ്യോ എൻ്റെ 1000 കോടി എത്തില്ലേ, ഇപ്പൊ ഞാൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാവും എന്നൊക്കെ വിചാരിക്കുന്ന ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി. കുറെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു വിഭാഗം നഷ്ടം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. രണ്ടാമതൊരു വിഭാഗമുണ്ട് നോ പറയാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെന്റ്സ്. പരിചയത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ റെഫറൻസും, പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിൽ ഞാൻ എത്തില്ല, അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ക്രെഡിബിലിറ്റി ഇതിൻ്റെയൊക്കെ പേരിൽ കൊണ്ട് കാശിടും, അതും പോവും. പിന്നെ സോഷ്യൽ മീഡിയ പ്രസൻസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആംഗിളുള്ള ക്യാഷ് ഫ്ലോ ഒന്നും ഉണ്ടാവണമെന്നില്ല, വാല്യുവേഷൻ അതിഭീകരമായിരിക്കും, അതിൽ കൊണ്ട് പൈസ ഇട്ട് അതിൽ നഷ്ടം വരുന്ന ആളുകൾ. ഇങ്ങനെ പല രീതിയിലുള്ള ലോസ് ഉണ്ട്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് വേറെ ഉണ്ട്.
ഇങ്ങനെ പല മേഖലകളിലുള്ള നിക്ഷേപകരുള്ള ഒരു ആംഗിളിൽ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്, ലോസ് വരുന്നത് ഏതൊക്കെ രീതികളിലാണ്? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇതൊരു ചെറിയ ആൻസർ ആയിട്ട് ഞാൻ നിർത്താം. ഞാൻ അതിന് മുമ്പ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാര്യം അവർക്കൊരു ടേക്ക് അവേ വേണം. കാര്യം നമ്മൾ കുറേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ടായിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഓഡിയൻസിന് പറ്റുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പറയാം. അതായത് ഇപ്പം ഒന്നെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏർലി ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഒരു സ്കെയിൽ അപ്പിലുള്ള ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആണെന്ന് വിചാരിക്കുന്നു. പൊതുവേ നമുക്ക് എപ്പോഴും ഇപ്പോൾ രാവിലെ ഇവിടെ സാറ് സംസാരിച്ച് പറഞ്ഞു നമുക്കൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 90% ആണ്. ആക്ച്വലി 90% അല്ല, ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ വെറും 4% മാത്രമേ സക്സസ് പേഴ്സൻ്റ് ഉള്ളൂ. 96% ഫെയിലിയർ ആണ്. വെറും 4% ആണ്. അത് ഒരു ഫാക്ട്. പിന്നെ നമ്മൾ മുമ്പ് നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളാണ്, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ മുമ്പ് കണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ലോഞ്ചിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ലെങ്ത്, ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 30-40 വർഷം അല്ലെങ്കിൽ 2 ജനറേഷൻ 3 ജനറേഷനൊക്കെയാണ് ഒരു ബിസിനസ്. ഇപ്പോഴത്തെ ഓരോ ബിസിനസ്സിനും നമുക്ക് മാക്സിമം അത് 8.6 years ആണ് ശരിക്കും നമ്മളെ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ലോഞ്ചിറ്റിവിറ്റി പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടറാണ്, ഏറ്റവും റീസെൻ്റ് കഴിഞ്ഞ ആഴ്ച വന്നൊരു സർവേ ആണ്. നമ്മൾ ജെൻസി കുട്ടികളിലെ എംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റിന് കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവർ മാക്സിമം എംപ്ലോയ്മെൻറ്റ് നിൽക്കുന്നത് 15 months ആണ്. അതായത് ശരിക്കും 1.5 years അല്ല, 1 വർഷം 3 മാസമാണ് മാക്സിമം നമ്മളൊരു കമ്പനിയിൽ അവർ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസാണ്. പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റമീസിൻ്റെ കഥകളൊക്കെ ഞാൻ നന്നായിട്ട് വായിച്ചിട്ടുള്ള ആളാണ്. കാര്യം പുള്ളി ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തൊരു കാര്യം ഫണ്ടാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന്, ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് നിന്ന് ഫണ്ട് എടുത്താൽ നമ്മൾ വളരെ ഫ്രൂഗൽ വേയിൽ, അതായത് നമ്മൾ വളരെ പിശുക്കനായിട്ട് വേണം നമ്മളത് ചിലവാക്കാനായിട്ട്. അത് ആക്ച്വലി നമ്മളൊരു കസ്റ്റോഡിയനാണ് ആ പൈസയുടെ. അത് ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പൈസ അത് നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം എടുക്കാനും നമുക്ക് ദൂർത്തടിക്കാനും ഉള്ളതല്ല. അത് ആക്ച്വലി ആ പൈസ നമ്മളൊരു കസ്റ്റോഡിയനായിട്ടാണ് അവരെ ഏൽപ്പിക്കുന്നത്. ആ പൈസ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് അതിന് 2, 3, 4, 100, 10x, 100x എത്ര ആക്കി നമ്മൾ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പം നമ്മളൊരു ഇൻവെസ്റ്ററും ഇൻവെസ്റ്റിയുടെയും 2 സൈഡിലും പറയുമ്പം, ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ഞാൻ റിസ്ക് എടുത്തിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ആ എക്സ്പെക്റ്റേഷൻ ദാറ്റ് നിങ്ങളത് റെസിപ്രോക്കേറ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് കൊടുക്കും തിരിച്ചു കൊടുക്കും എന്നുള്ളത്. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് അത് റിട്ടേൺ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ എപ്പോഴും അത് ഓർത്തിന്. അപ്പോൾ ഫ്രുഗാലിറ്റി, ആ വളരെ പിശുക്കനായിട്ട് നമ്മൾ പൈസ ചിലവാക്കേണ്ട ഒരു തോട്ട് പ്രോസസ് നമ്മുടെ അടുത്തുണ്ടാവണം. ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, അഗൈൻ റമീസിന് അത് വളരെ കണക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് കിട്ടുന്ന പൈസ നമ്മളെപ്പോഴും ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ക്യാഷ് ഫ്ലോ നമുക്ക് ഇത് വരാൻ പാടില്ല. ക്യാഷ് ഫ്ലോയിൽ തന്നെ ക്യാപെക്സ്, ഒപ്പെക്സ്, ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും. പക്ഷേ ഏതൊരു ബിസിനസ്സുകാരും ഫണ്ടമെൻ്റലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുക. ഓരോ പോയിന്റ് ഓഫ് ടൈമിലും നമ്മൾക്ക് എത്ര ക്യാഷാണ് വേണ്ടത്, എനിക്ക് എത്ര ഡെഫിസിറ്റ് ഉണ്ട്, അതിനെ ഞാൻ എങ്ങനെ ആ വാക്യൂം ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ ആന്റണി സാറിൻ്റെ മോൻ ഇവിടെ സംസാരിച്ച പോലെ വളരെ തിൻ മാർജിനിൽ വർക്ക് ചെയ്യുന്നതാണ് അവർ പല കാര്യങ്ങളും. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്താലാണ് അവരത് മാനേജ് ചെയ്യുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണം. കാര്യം അവരൊക്കെ 1-2 ജനറേഷൻ അല്ലെങ്കിൽ വർഷങ്ങളോ 30-40 93 സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണെന്ന് പറഞ്ഞു. അന്ന് മുതൽ 33 വർഷം അത് റൺ ചെയ്യുക എന്നുള്ള എത്രയൊക്കെ സ്ട്രഗിളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, നിങ്ങൾക്കത് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ മോണിറ്റൈസ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റാണ് ഇൻവെസ്റ്റേഴ്സ് തരുന്ന ഫണ്ട്. അപ്പോൾ ആ ഫണ്ടിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇനി നമ്മൾ വീഗിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫണ്ടിൻ്റെ അനുഭവത്തിൽ ചോദിക്കുന്നതാ. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കും. ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് അല്ലേ, ഇൻവെസ്റ്റർ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്ത്, അത് നമുക്ക് പല റീസൺസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ്, നമുക്കിപ്പോൾ നമ്മുടെ റിലേഷനിൽ പെട്ട ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ട ഒരാൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയണു, ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ പൈസ പോകുന്നു. അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഒന്നുമില്ല, എക്സെപ്റ്റ് ഈ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ
സീരിയൽ ഓണ്ടർപ്രണേഴ്സ് ആണ്. അവരതിനകത്ത് വീണ്ടും വീണ്ടും പല പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, പൈസ ഉണ്ടാക്കും, ചില പൈസ കളയും. ഇപ്പം എല്ലാ സ്ഥാപനങ്ങളും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പൈസ ഉണ്ടാക്കണം എന്നില്ല. കുറച്ച് പൈസ എന്തായാലും നമുക്ക് നഷ്ടപ്പെടും. അതാണ് നമ്മുടെ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറയാനായിട്ടില്ല നമുക്ക്. ഒന്നുമില്ല. ചില ആൾക്കാരുടെ മോട്ടീവ് പ്രോഫിറ്റ് ആണ്, ചില ആൾക്കാർ പറഞ്ഞ പോലെ നമുക്ക് പ്രശസ്തിയാണ്, ഞാൻ ഇന്ന സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ നമുക്കൊരു ബാൻഡ് വാഗൺ ആണല്ലോ, അത് ഒരാൾ പോകുമ്പം കുറെ ആൾക്കാർ പുറകെ പോകും, ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉടനെ കുറെ ആൾക്കാർ ഓടിപ്പോയി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ എഡ്യൂടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ നമുക്കറിയാം, ബൈജൂസിന്റെ ഒക്കെ മാർക്കറ്റ് ക്യാപ്പ് 1.25 lakh crore ആയിരുന്നു ശരിക്കും നമ്മുടെ കോവിഡിന്റെ സമയത്ത്. ഇപ്പം നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഒരു ടൈമാണ്, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ബിസിനസിന്റെ ലോഞ്ചിറ്റിവിറ്റി ഇത്രയും 8.6 years ആയിട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ അതിനെ ആ പൈസ റിട്ടേൺ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരാളും കൂടെയാണ് കേട്ടോ ഞാൻ. കാര്യം ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒത്തിരി കളഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റാണ് ഞാൻ ചോദിച്ചത്. ഇനി ഇപ്പോഴത്തെ ബഡ്ജറ്റ് വായിച്ചില്ലേ? ബഡ്ജറ്റില് ഒരു 50 കോടി രൂപ, 50 അല്ലടാ, ജെൻസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യൂത്തിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയുന്ന നല്ലൊരു കഥ വായിച്ചു. ഡൺ. അപ്പോ കേരളത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എടുക്കുകയാണ്. ഇന്ത്യയിലെ ദ ടോപ്പ് 1 പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ പുതിയ അപ്ഡേറ്റുകളായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ കറക്ഷൻസ് ആയിരിക്കണം, എന്തൊക്കെയായിരിക്കണം പുതിയത് കൊണ്ട്? ജസ്റ്റ് ഒരു റാൻഡം സജഷൻ. അത് കഴിഞ്ഞിട്ട് വായിക്കൊണ്ട് കൊടുക്കുക. രണ്ടുപേരും സെയിം ചോദ്യം. യെസ്, ഐ തിങ്ക് എംപ്ലോയബിലിറ്റി ഇപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരുടെ എംപ്ലോയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 30%. അപ്പോൾ അത് തന്നെയാണ് ആ ബിഗസ്റ്റ്, ലെസ് ദാൻ 30%, ആൻഡ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ലെസ്സർ ആൻഡ് ലെസ്സർ ഡേ ബൈ ഡേ എന്ന് പറയാം. ബിക്കോസ് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ടെക്നോളജി പോകുന്നത്. ആൻഡ് ഇറ്റ് വെരി ഡിസ്ട്രപ്റ്റീവ്. ഇപ്പോൾ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എനിക്ക് തന്നെ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് എവറി മന്ത്. നമ്മൾ പുതിയ ഇപ്പോൾ ഓപ്പൺ AI, ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ക്ലോഡ് ആണെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എവറി മന്ത് വരുന്നത് ഒരു 10 times പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ടെക്നോളജി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ ചലഞ്ചസ് അഗെയിൻ, ഞാൻ മുമ്പേ പറഞ്ഞു, the education system is broken. I keep repeating it, but you can't, the thing is that our academic gap will always remain because industry is moving way ahead and disruptive ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, the mindset has to change for students from the college itself, or the education system has to ensure that the mindset is changing and it is going into ഒരു ഡിസ്കവറി ബേസ്ഡ് ലേണിംഗ്. അവർ തന്നെ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കാനുള്ള, ഒരു പുതിയ സാധനങ്ങൾ പഠിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവണം അവരുടെ. അപ്പോഴാണ് എംപ്ലോയബിലിറ്റിയിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത്. ആൻഡ് ദാറ്റ് ഈസ് ദ സ്കിൽസ്. ഇങ്ങനത്തെ സ്കിൽസ് ആണ് ലീഡർഷിപ്പ് സ്കിൽസ്, ക്രിയേറ്റീവ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. ഇതൊക്കെ അവരുടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. ബിക്കോസ് ദീസ് ആർ ആസ്പെക്ട്സ് ദാറ്റ് പീപ്പിൾ ഹാവ് ടു വർക്ക് ഓൺ, ആൻഡ് ദീസ് ആർ നോട്ട് ടെക്നിക്കൽ സ്കിൽസ് എനിമോർ. അപ്പോൾ ബിക്കോസ് ഇങ്ങനത്തെ ടൂൾസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, നമ്മുടെ മുമ്പിൽ കാണുന്നത് തന്നെയാണ്, വലിയ വലിയ കമ്പനീസ്, ടെക്നോളജി കമ്പനീസ് ആർ ലെറ്റിംഗ് ഗോ ഓഫ് പീപ്പിൾ ബിക്കോസ് ദേ ആർ ഓട്ടോമേറ്റിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. അവർ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ടെക്നോളജി ഫീൽഡിൽ മാത്രമല്ല, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസിലും ഓട്ടോമേഷൻ വരികയാണ്. അപ്പം എന്തുണ്ടാവണമെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻക്രീസിങ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ ആർ നോട്ട് സ്കില്ലിംഗ് ദംസെൽഫ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ആ സ്കില്ലിംഗ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല, ബിക്കോസ് എവറിബഡി ഈസ് ഇൻ ദ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ നിന്ന് മൂവ് ചെയ്താലാണ് ഈ പുതിയ ഇനീഷ്യേറ്റീവ്സിലും ബാക്കിയുള്ളതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പഠിച്ചാലാണ് ബേസിക്കലി ആ ജോലിയിൽ നിലനിന്ന് പോകുള്ളൂ. ഇത് ബേസിക്കലി ഈവൻ ഡോക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോബോട്ടിക് സർജറീസ് ഒരു എല്ലാ ഹോസ്പിറ്റൽസിലും ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടേഴ്സിന് ആ ടെക്നോളജി യൂസ് ചെയ്യാറിഞ്ഞില്ലെങ്കിൽ സംബഡി എൽസ് വിൽ ടേക്ക് ദർ ജോബ്. സോ AI ഈസ് മൂവിങ് അറ്റ് ദാറ്റ് ഫാസ്റ്റ് പേസ്. അപ്പോൾ എംപ്ലോയബിലിറ്റി ഈസ് ഓൾസോ ഹാവിങ് എ ഹിറ്റ് ആൻഡ് തിങ്സ് ഹാവ് ടു ചേഞ്ച്. അപ്പോൾ സ്കില്ലിംഗ്, എനിക്ക് തോന്നുന്നു ആ സ്കില്ലിങ്ങിലാണ് ഇപ്പം എല്ലാവരും അപ്ഡേറ്റഡ് ആവേണ്ടത്, പുതിയ സ്കിൽസ്. ആൻഡ് ദ സ്കിൽസ് എന്താണെന്ന് വെച്ചാൽ 2 to 3 years ആണ് ഈ സ്കിൽസിൻ്റെ ലൈഫും.
അതിൻ്റെ ഉള്ളിൽ പുതിയ സ്കിൽസ് പഠിച്ച് അപ്ഡേറ്റഡ് ആയി നിന്നാൽ തന്നെയാണ് ഏതൊരു ജോലിയിലും ഏതൊരു ഫീൽഡിലും നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടെ ഞാൻ പറയാം, കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ലൈവ് എക്സാമ്പിൾ പറയാം. നമ്മുടെ അവിടെ തന്നെ ഏതാണ്ട് ഒരു 700 ആപ്ലിക്കേഷൻ വന്നായിരുന്നു ഒരു 3-4 തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഒരു 10-15 പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇതാണ് സത്യം, റിയാലിറ്റി ഇതാണ്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എൻജിനീയറിങ്ങിൽ നോക്കുന്നത് ഡേറ്റ സയൻസും AI എടുക്കുക, അതെടുത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. ഇതെടുത്തു കഴിഞ്ഞാൽ എന്താ പറയണ, അമേരിക്കൻ ഡ്രീം അതേപോലെ സിലിക്കൺ വാലി സ്റ്റൈലിലോട്ട് മാറാം എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അവർ കുറേ സിനിമ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ വെബ് സീരീസ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് പാട്ട് കഴിയുമ്പോൾ വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുന്നു. റിയാലിറ്റി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോറിൽ ആരുമില്ല. അതായത് കോർ ബേസിക്കലി ഈ AI ഉപയോഗിക്കണമെന്ന്, എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഫിസിക്സ് ആൻഡ് മാത്സ് ആണ്. ഈ സാധനം ഏതെങ്കിലും ഒരു ഡൊമൈനിന് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിൽ ഈ പറയുന്ന ഓട്ടോമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡൊമൈനിനെ പറ്റി ധാരണയില്ലാതെ വെറുതെ AIയും നമ്മൾ ഓടിപ്പോയി പൈത്തൺ പഠിക്കാം, കുറച്ച് കഴിയുമ്പോൾ റൂബി പഠിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഗോ പഠിക്കാം, ഇങ്ങനെ. അതായത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഫ്രഞ്ച് ഒക്കെ പഠിക്കാം. പക്ഷെ അതിൻ്റെ ആശയം എവിടെ അതായത് ഒരു എന്താ പറയുക, വിചാരവും ഇതും ഇല്ലാതെ കുറേ സാധനങ്ങൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാം, കുറേ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടാവും, ഒന്നും നടക്കില്ല. ഇതാണ് സത്യം. അപ്പം ഇതിന് എന്താ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ കണ്ട ഒരു 2-3 ലൈവ് എക്സാമ്പിൾസ് പറയാം. ഇത് ശരിക്കും പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആൾക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻറ്റേൺഷിപ്പിന് പിള്ളേർ വരുമ്പോൾ കണ്ടത്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളും ഈ പറയുന്ന അമൃതയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരും കണ്ടതെന്ന് പറഞ്ഞാൽ, അവരൊരു 2ാമത്തെ സെമിസ്റ്റർ, എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പറയുന്നത്, 2ാമത്തെ സെമിസ്റ്റർ ആകുമ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്യാണ് ഹയർ എഡ്യൂക്കേഷന് പോകണോ അതോ ജോലിക്ക് പോകണോ. അതിനനുസരിച്ച് അവർക്ക് അറ്റ്ലീസ്റ്റ് കുറേ ഈ ക്ലാരിറ്റി കൊടുക്കാനായിട്ട് കുറച്ച് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി ആരും കൊടുക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു സാഡായിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ, 7ാമത്തെ സെമിസ്റ്ററിൽ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത്, ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി അല്ലല്ലോ സാർ, പിന്നെ എന്താണ് പ്രശ്നം? ഇതാണ് പറഞ്ഞത്. ഇത് ഈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറാണ്. അതൊരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. AI വെച്ചാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സത്യം. AI എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് നിർത്തിയിട്ട് അതിൽ സ്പെഷ്യലിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിചാരവും ഇതും ഇല്ലാതെ അവർ പറയുകയാണ്, കുഴപ്പമില്ല, ഇതങ്ങ് പഠിച്ചാൽ മതി, എല്ലാം റെഡിയാവും, 6 മാസം 3 മാസത്തെ ജോലി, അതാണ്. ആൻഡ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അതൊന്ന്. പിന്നെ പേഴ്സണലി ഓരോരുത്തർ എന്താ ചെയ്യേണ്ടത് അത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുണ്ട്. ഒരു ഇതും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ നോക്കാം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പോളി മാത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് സ്പെഷ്യലിസ്റ്റും ജനറലിസ്റ്റും, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനെ പറ്റിയും ക്ലാരിറ്റി ഉണ്ട്. കാരണം എല്ലാവരും ഇപ്പം എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ക്ലോഡ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ജെമിനി വെച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തീരുമാനത്തിലെത്തുകയാണ്. അപ്പം അവിടെ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, അവർ മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തെന്ന് പറഞ്ഞാൽ, അവർക്കറിയാവുന്ന ആ നോളജ് വെച്ചിട്ട് ഇതിനെ കുറച്ചും കൂടെ ഫണ്ടമെൻ്റലി പഠിക്കാൻ നോക്കാതെ അവർ വെറുതെ അതിൽ കിട്ടുന്ന സാധനം എടുത്ത് വെച്ചിട്ട് നേരെ ഔട്ട്പുട്ട് ചെയ്യുകയാണ്. അത് കറക്റ്റാണോ എന്ന് ഉള്ള ബോധം പോലും ഇല്ലാതെ അവർ അത് ഔട്ട്പുട്ട് ചെയ്യുകയാണ്. അതായത് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ആ ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റലായിട്ട് ഏതെങ്കിലും ഒരു കോറിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അടുത്ത ഇതിലോട്ട് വന്നാൽ, അങ്ങനെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഗാനിക്കലി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഓർഗാനിക്കലി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്. അത് നമ്മളും ചൈനയും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. മാനുഫാക്ചറിങ് എന്ന് പറയുന്ന കഴിവ് നമ്മൾ IT-യിൽ വളരെയധികം മുന്നോട്ട് വന്നു, പക്ഷെ നമ്മൾ മാനുഫാക്ചറിങ് എന്തുകൊണ്ട് വന്നില്ല? ആ സ്കില്ലിൽ, ആ ഒപ്റ്റിമൈസേഷനിൽ അത്രയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ ഇല്ല. അതാണ്
എനിക്ക് പറയാനുള്ളൂ. സൂപ്പറായിട്ട്. ഇനി ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ കുറേ പേര് കഴുത്തിന് വടി കുത്തി വെച്ച് കെട്ടിയ പോലെ ഉണ്ട്, മറ്റേ ചെടി താഴ്ന്നു പെയ്തു പറഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ ഓഡിയൻസിലേക്ക് വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അതായത് ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂര് കിച്ചൺ സെറ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ട്, ജുനൈസ് കിഴക്കലിന്റെ ആണ്. 10,000 കോടി വാല്യുവേഷനിൽ ഫണ്ട് എടുത്ത എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, വിവേകെ, ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യുന്നത് നിന്റെ ചോദ്യങ്ങൾ അനുസരിച്ചായിരിക്കും. നല്ല ചോദ്യങ്ങളാണ് ഒരാളെ വാലിഡേറ്റ് ചെയ്യുന്നതിലെ ഒരു പോയിന്റ്. അപ്പൊ അവസരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നല്ല ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുള്ള ഒരവസരം. ഈ അവസരം എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അവസരങ്ങൾ ഉപയോഗിക്കുന്നവനും നല്ലൊരു മിടുക്കനാണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പുറത്ത് ചെന്ന് പോകുന്ന വഴിക്ക് പോയി പരിചയപ്പെട്ട് ചോദ്യം ചോദിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ഒരു അവസരം ഇപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് അടിപൊളിയാവാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം. ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവരുടെ ഇപ്പൊ അവസാനിപ്പിക്കുക. എന്താടാ അയ്യേ, കാർമൽ കോളേജിലെ പ്രിൻസിപ്പൾ ഇരിക്കുന്നു. 500 പിള്ളേരെ പഠിപ്പിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്റർക്ക് എന്തെങ്കിലും ചോദ്യം? യങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോടും ഇൻവെസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടും ഇല്ല. ഡൺ. അപ്പോ എന്നാ പതുക്കെ നമുക്ക് പോയിന്റ് ചെയ്താലോ? വേണ്ട, ഓക്കെ, ഡൺ. ചോദിക്കാം. ആരോട് ചോദിക്കാനുള്ള കൂടെ പറയണം കേട്ടോ. ആ ചോദ്യം കേട്ടാ. കൊണ്ടുവന്നാൽ നമ്മുടെ കൾച്ചർ നല്ലതാണെങ്കിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതാണ് സത്യം. എനിക്ക് പിന്നെ അവിടെ ആഡ് ചെയ്യാനുള്ളത് അവരുടെ പാഷൻ ഉണ്ടല്ലോ, നമ്മുടെ പാഷനായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പം എൻ്റെ കമ്പനിയുടെ വിഷനും അവരുടെ തോട്ട് പ്രോസസ്സും സെയിം ആണെങ്കിൽ, വേവ് ലെങ്ത് ആണെങ്കിൽ, ദെൻ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ദേ വിൽ സ്റ്റിക്ക് ഓൺ. ആ വേവ് ലെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് അത് ടാപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട സാധനം. അങ്ങനെയാണെങ്കിൽ ദിൽ സ്റ്റിക്ക് ഓൺ വാട്ട് എവർ ദ സർക്കംസ്റ്റൻസസ്. എന്ത് ഹാർഡ്ഷിപ്പ് ഉണ്ടെങ്കിലും, എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും, ആ പാഷൻ ഉണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് ഇൻ ടു അവർ വിഷൻ ആസ് വെൽ, അവർ അത് രണ്ടും കൂടി അലൈൻഡ് ആയിട്ട് ആ ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദെൻ ഇറ്റ് ഈസ് ഗുഡ്. ബട്ട് ആ കൾച്ചർ, അത് കമ്പനിയുടെ കൾച്ചറും അവരുടെ കൾച്ചറും കൂടി ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വൈ ഡു പീപ്പിൾ വാണ്ട് ടു ഗോ ടു ഗൂഗിൾ? ബിക്കോസ് ആ ഓപ്പൺ കൾച്ചർ ഉള്ളത് കൊണ്ടാണ് ആ തോട്ട് പ്രോസസ് ഉള്ളത്. അത് റമീസ് ആഡ് ചെയ്യും. എൻ്റെ കമ്പനിയിൽ ആക്ച്വലി ഞാൻ 510 പേരെ കണ്ടാണ് ഞാൻ എക്സിറ്റ് ആവുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 22.3 ആയിരുന്നു. അതായത് നമ്മൾ 18 വയസ്സ് മുതൽ കറക്റ്റ് എംപ്ലോയബിലിറ്റി കൊടുക്കാൻ പറ്റുന്ന സമയം മുതൽ നമ്മൾ ഹയർ ചെയ്യും. +2 ഗ്രാജുവേറ്റ്സിലേക്ക് നമ്മൾ ഹയർ ചെയ്യുന്നു, വിയേർഡ് പൊസിഷൻസിലേക്കാണ്. അപ്പോൾ അവരുടെ കൂടെ ജീവിച്ചൊരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല കാര്യങ്ങൾക്കും അവരെ കുറ്റപ്പെടുത്തുന്നതിന് കാര്യമില്ല. ഇപ്പോൾ 2 പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഒരു 30-40 ഇയേഴ്സ് മുന്നേ വരെയൊക്കെ കുടുംബത്തിലെ വിശപ്പകറ്റാനും വേണ്ടിയിട്ടാണ് ആളുകൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെയൊക്കെ പേരൻസ്, അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് മുന്നേ വരെയൊക്കെ എംപ്ലോയി ആയി വർക്ക് ചെയ്തിരുന്നവരൊക്കെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട്, മക്കൾക്കും വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യാനും വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് പൈസ സേവ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് കുടുംബത്തിലോട്ട് കാശ് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. 99% ആളുകൾക്കും കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. അവർ പട്ടിണി എന്താന്ന് പുസ്തകങ്ങളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ അവർ അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അവിടെ ഇരിക്കുന്നുണ്ട്. പ്ലസ് ഒരു ഏർലിയർ ജനറേഷനൊക്കെ കേട്ട സ്റ്റോറികളല്ല ഇപ്പോൾ ഉള്ളവർ കേൾക്കുന്നത്. പണ്ട് ആളുകൾ ഇപ്പം 50 കൊല്ലം കൊണ്ടൊരു കമ്പനി ബിൽഡ് ചെയ്തു. ഇപ്പോൾ ടാറ്റയുടെ സ്റ്റോറി നമ്മൾ പറയുമ്പോൾ നമ്മൾ 50 വർഷത്തെ കഥ പറയുന്നു. അംബാനിയുടെ സ്റ്റോറി പറയുമ്പോൾ വീണ്ടും നമ്മളൊരു 30-40 ഇയേഴ്സിൻ്റെ കഥ പറയുന്നു. പക്ഷെ ഇന്ന് കുട്ടികൾ റീൽ എടുക്കുമ്പോൾ 14ാമത്തെ വയസ്സിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് 100 കോടി ഉണ്ടാക്കിയ ആള്, അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി 19ാമത്തെ വയസ്സിൽ എക്സിറ്റ് ആയി 1 ബില്യൺ ഉണ്ടാക്കിയിട്ട് ആള്, അല്ലെങ്കിൽ 4 കുട്ടികൾ കൂടി ചേർന്നിട്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്തു, അത് ഒരു 100 കോടിക്ക് അക്യൂർ ചെയ്ത സ്റ്റോറി. ഇത്തരം സ്റ്റോറീസാണ് അവർ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഈ 1.5 വർഷത്തേക്ക് ഇത് കുറയാൻ കാരണം. ആളുകൾക്ക് പെട്ടെന്ന് സക്സസ്ഫുൾ ആവണം. അപ്പം ഇതൊക്കെയാണ് ജെൻസിയുടെ ഒരു കോമൺ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് ഫ്ലെക്സിബിലിറ്റി വേണം. ഏത് സമയത്തും അവർക്ക് ഇതാണ് നല്ലത് തോന്നുമ്പോൾ അങ്ങനെ പോകാനുള്ള ഫ്ലെക്സിബിലിറ്റി വേണം. ഒരു റിജിഡിറ്റി ഉണ്ടാവരുത്. കാരണം അവരങ്ങനെ ലോങ് ഫോക്കസ് അവർക്ക് ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഗോൾസിലൊന്നും അവർ അത്രത്തോളം ഫോക്കസ്ഡ് അല്ല. അവർക്ക് ജീവിക്കാനുള്ള എമൗണ്ട് മതി. ഇപ്പം എൻ്റെ കമ്പനിയിൽ നമ്മൾ വർഷാവർഷം സാലറി ഹൈക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാലങ്ങളായിട്ട് ശീലിച്ചു വന്നൊരു മാനദണ്ഡമാണല്ലോ. എനിക്ക് സാലറി ഹൈക്ക് വേണ്ട സാറേ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് സാലറി ഹൈക്ക് വേണ്ട. കാരണം എന്താ, അവർക്ക് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റി അവർ എടുക്കുന്നുണ്ട്. അവർക്ക് ഇത്ര ചെയ്താൽ മതി. അത് അവിടെ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ അവർക്ക് ഓണർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കമ്പനിയിലേക്ക്. അപ്പോൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്വിറ്റി ആയിട്ട് അവർക്ക് വേണ്ട, അല്ലെങ്കിൽ സാലറി ആയിട്ട് എപ്പോഴും അവർക്ക് വേണ്ട എന്നുള്ള. പക്ഷെ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ ജോയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനൊരു കമ്പനീൻ്റെ CEO ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മീറ്റിംഗിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ് അവർ കേൾക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു CEO എന്നുള്ളതിലേക്ക് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് നടക്കും. അല്ലാതെ എനിക്ക് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ചിന്തിക്കാനും നമ്മുടെ വിഷനുമായിട്ട് അലൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന ഒരു കൾച്ചർ ഇൻഹൗസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എംപ്ലോയർ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ഏക ചെയ്യാൻ പറ്റുക. പിന്നെ കരിക്കുലം അല്ലെങ്കിൽ അക്കാഡമിക് സെക്ടറിൽ, സാർ ടീച്ചറാണോ? ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ടീച്ചേഴ്സ് എപ്പോഴും ടീച്ചേഴ്സിൻ്റെ ലൈനിലേക്ക് കുട്ടികളെ വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഫസ്റ്റ് ഇയറിൽ ഈ കോഴ്സ് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ 5 വർഷത്തെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 5 വർഷത്തെ BBA LLBക്ക് ജോയിൻ ചെയ്തിട്ട് 2ാമത്തെ മാസം ഞാൻ ഒരിക്കലും ലോയർ ആവില്ലാന്ന് തീരുമാനിച്ച ആളാണ്. അത് ഇതിൻ്റെ മുന്നേ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് PC തോമസിൽ പോയി, ഞാൻ ഡോക്ടർ ആവില്ലാന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പാലാ ബ്രില്യൻസിലും കോഴിക്കോട് റൈസിലും JE പഠിക്കാൻ പോയി, എഞ്ചിനീയർ ആവില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനെ ലോ സ്കൂളിലെത്തി. 60 മാസത്തെ കോഴ്സാണ്. ഒരു ഫസ്റ്റ് മാസത്തിൽ തീരുമാനിച്ചു ലോയർ ആവില്ലാന്ന്. പക്ഷെ എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ആ തീരുമാനങ്ങൾ മാറ്റാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എൻ്റെ ചുറ്റുള്ളവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തരാത്തവരാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അവർ ഞാൻ എൻ്റെ സർക്കിൾ വെക്കാറില്ല. അത് എൻ്റെ ഒരു സ്റ്റൈലാണ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി പോളിസി വൈസ് നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സ് അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജീവിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം ക്യാമ്പസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാമ്പസിൽ വന്നിരിക്കുക. അപ്പോൾ ഓരോ ടീച്ചേഴ്സും, ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചർ, എപ്പോഴും ഞാൻ ടീച്ചേഴ്സിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വന്നിരിക്കുകയാണോ അതോ അവർ നിവൃത്തിയില്ലാതെ വന്നിരിക്കുകയാണോ എന്നുള്ളത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ ക്ലാസ് റൂമുകളിലും എല്ലാ കമ്പനികളിലും ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൂവ് ചോദിച്ചു പൂക്കാലം തന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. കാരണം അധ്യാപകൻ വേഴ്സസ് അധ്യാപകനായി പോയത്. പിന്നെ ടീച്ചറെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു പോയിന്റും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ഈ ജെൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഫണ്ടമെന്റൽസ് മിസ്സിങ് ആണ്. അതായത് നമ്മൾ കോറായിട്ടുള്ള, ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചേ പഠിക്കുകയുള്ളൂ, പക്ഷെ പഠിക്കുന്ന നേരം പ്രോപ്പർ ആയിരിക്കും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് വന്ന് പുറത്തേക്ക് വരുന്ന ആളുടെ അടുത്ത് നമ്മൾ നാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആ അക്കാഡമിക്സിൽ നമ്മളൊരു സ്ട്രക്ചറൽ ചേഞ്ച് എന്തായാലും വരുത്തണത്. എസ്പെഷ്യലി കോളേജിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചെയ്യേണ്ടത് കോറായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ അവരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് പറയാം, യു ആസ്ക് ക്വസ്റ്റ്യൻസ് യുവർ സെൽഫ്. അപ്പോൾ കുട്ടികൾക്ക് റമീസ് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതും ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് ധരിച്ചാൽ നമുക്ക് ഈ ഇക്കോസിസ്റ്റം കുറേ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് കോവിഡ് സമ്മാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കടമാണ്. ഞാൻ മാരീഡ് ആവുന്നത് 2021-ലാണ്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രേമിച്ചത് കൊണ്ട് 2021 അപ്പുറത്തേക്ക് എൻ്റെ കല്യാണപ്രായം നീട്ടാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്കില്ലായിരുന്നു. അപ്പോൾ 2021 ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു കോടിയുടെ അടുത്ത് കടമുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഇതാണ് കോവിഡ് ഞങ്ങൾക്ക് തന്നൊരു സമ്മാനം. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുന്നല്ലോ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും സാലറി ഇല്ലാതെ വർക്ക് ചെയ്തവരുണ്ട്. ഈവൻ പാരൻസ് ഒരു 2 ഇയേഴ്സിൻ്റെ ഫീ ഒക്കെ ഞങ്ങൾ അടച്ച് സഹായിച്ച പാരൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും കച്ചവടം ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നോ വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ബിസിനസ് അല്ല. അങ്ങനെ ചെയ്യരുത് എന്നല്ല, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മുന്നിൽ ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രോബ്ലംസ് എനിക്ക് പ്രോബ്ലം ആവുന്നു. അപ്പോൾ അത് ഡെസ്പറേറ്റ്ലി സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ
ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഞങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഞങ്ങൾ കടത്തിലാവുക എന്നുള്ളതല്ല. ഞാൻ ഈ കോവിഡ് സമയത്ത് കുട്ടികൾ എങ്ങനെ പഠിക്കും എന്നുള്ളതായിരുന്നു. ഈവൻ കോവിഡ് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്ത സമയത്തും ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ, ഇപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എൻ്റെ ടെൻഷൻ എന്താണെന്ന് അറിയാം. 4ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു കുട്ടി കോവിഡ് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും എല്ലാ പേരൻസും ചിന്തിക്കുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടിയൊന്നും പഠിച്ചില്ലല്ലോ, 4ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഓടി നടന്ന് പ്ലാറ്റ്ഫോംസ് എടുത്തിരുന്നത്. പക്ഷേ കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. 3ാം ക്ലാസ് വരെ അല്ലെ 2ാം ക്ലാസ് വരെ സ്കൂളിൽ പോയൊരു കുട്ടിയെ സംബന്ധിച്ച് 4ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർ 2ാം ക്ലാസ് വരെ അക്വയർ ചെയ്ത സ്കിൽസ് ഇല്ലാണ്ടാണ് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, റൈറ്റിംഗ് സ്കില്ലില്ല. ആ 2 വർഷം കുട്ടിയൊന്നും എഴുതിയിട്ടില്ല. കുട്ടിക്ക് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവ് പോയിട്ടുണ്ട്, സോഷ്യൽ സ്കിൽസ് പോയിട്ടുണ്ട്, അരിത്തമെറ്റിക്കിലുള്ള സ്പീഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സ്കിൽസ് ഇല്ലാതെ ഒരു കുട്ടി പോകുമ്പോൾ കുട്ടി ആ ക്ലാസ് റൂമിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യും എന്നുള്ള പോയിന്റിലാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. ഞങ്ങൾ അതിന് ലോസ്റ്റ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേം ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പാരൻസിനെ ബോധവൽക്കരണം ചെയ്യാനും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 എൻഡോടുകൂടി കോവിഡ് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ട് 2021 പിന്നെ ഞങ്ങൾക്ക് റവന്യൂ ഹൈക്ക് വരുന്നത്. ഞങ്ങളൊരു 1 ഇയർ ടൈം എടുത്തു പാരൻസിന് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു 1 ഇയർ സമയം കഴിഞ്ഞപ്പോഴേക്ക് പാരൻസിന് മനസ്സിലായി കുട്ടികൾക്ക് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന പോർഷൻസ് മനസ്സിലാവാത്തതല്ല, വേറെ എന്തൊക്കെയോ ഫൗണ്ടേഷണൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും ഞങ്ങളുടെ കോർ വാല്യൂസ് ആണ് ഒരു പരിധി വരെ ഞങ്ങളുടെ എംപ്ലോയീസും ഞങ്ങളുടെ പാരൻസും ഞങ്ങളുടെ സ്റ്റുഡൻസും ഞങ്ങളുടെ എക്കോസിസ്റ്റവും ഞങ്ങളുടെ നാട്ടുകാരും പോലും നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വെരി റൂറൽ സ്പേസ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് അരീക്കോട് എന്ന് പറഞ്ഞിട്ട്. മേ ബി ഒരു പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റി പോലും അല്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് തുടങ്ങി ഇന്നും ഞങ്ങളുടെ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ഓഫീസ് അവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് 60 കൺട്രീസിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഇവരെ കാറ്റർ ചെയ്യുന്ന കോർ ടീം, ഈ 500 പേരുടെ കോർ ടീം അവിടെ തന്നെയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയാണ്. 1800 ടീച്ചേഴ്സിന് ഞങ്ങളുടെ വില്ലേജിൽ തന്നെയാണ് ഞങ്ങൾ ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1800 വില്ലേജസ് എന്ന് പറയുന്നത് ശരിക്കും 1800 കുടുംബമാണ്. അപ്പോൾ ആകെ ഒരു 5000 കുടുംബമുള്ള ഞങ്ങളുടെ നാട്ടിൽ 1800 കുടുംബവും ഞങ്ങളെ ബ്രെഡ് വിന്നേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയും എല്ലാം വരുന്നത് ഒരൊറ്റ വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ബേസിസിലാണ്, എംപതി. അപ്പോൾ ആ എംപതിയിൽ നിന്നുകൊണ്ട് ബിൽഡ് ചെയ്ത എല്ലാത്തിനും ഒരു ലോങ് ലാസ്റ്റിംഗ് നേച്ചർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ കോവിഡിൽ ഫേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. പക്ഷേ കോവിഡ് എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോർ വാല്യൂ ഒന്നും എംപതി ആയതുകൊണ്ടാണ് ഞങ്ങളോട് തിരിച്ചും സൊസൈറ്റി ആ എംപതി കാണിച്ചത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞ ലാസ്റ്റ് വാക്കിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അവിടെ എംപതി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വാല്യൂ എന്നാണ് കാണുന്നത്. വാല്യൂ ഇല്ലെങ്കിൽ അവരവിടെ നിലനിൽക്കില്ല. അത് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. റമീസ് ആയിക്കോട്ടെ, ഇൻക റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഇവരാരായിക്കോട്ടെ ഒരൊറ്റ ഫോൺ കോളിൽ വന്നുള്ള ആളുകളാണ്. ദാറ്റ് ബിക്കോസ് ഓഫ് വാല്യൂ. അവർ എനിക്ക് തരുന്ന വാല്യൂ, ഞാൻ അവർക്ക് കൊടുക്കുന്ന വാല്യൂ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഭാവിയിൽ നിങ്ങൾ വാല്യുബിൾ പേഴ്സൺ ആവുമോ, വാല്യുബിൾ കമ്പനിയുടെ ഭാഗമാവുമോ, ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂ അത് പിടിച്ചു വാങ്ങുന്നതാണോ, അതോ അവർ റമീസ് പറഞ്ഞ പോലെ കുട്ടി അധ്യാപകന്റെ മുമ്പിൽ വിളിച്ചിരുത്തി കൊണ്ടുവന്നിരിക്കുന്നതാണോ, അതോ അധ്യാപകന് വേണ്ടി വന്നിരിക്കുന്നതാണോ? ഇന്നത്തെ ദിവസം അതൊരു മൈൽസ്റ്റോൺ ആവണമെന്നതല്ല. പക്ഷേ ഇന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്നത് ഇതുപോലെ ഒരുപാട് നഷ്ടങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കുറെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും ഒക്കെയാണ്. അത് മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് റമീസും ആയിക്കോട്ടെ, ഈ പറഞ്ഞ അമിത് രാമൻ ആയിക്കോട്ടെ, ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഈ അവസരങ്ങൾ അതേപോലെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള മെന്റാലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു ലീഡർ ഒരിക്കലും അപ്പുറത്തുള്ളവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് പോകുന്നവരല്ല. റമീസ് ഇതുവരെ ഒരിക്കലും അവന്റെ കോ ഫൗണ്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന അമിത് രാമൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരായിക്കോട്ടെ കോ ഫൗണ്ടേഴ്സിനെ കുറ്റം പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് നഷ്ടം വന്നതെന്ന് ഒരിക്കലും പറയില്ല. അപ്പോ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാനും ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു എബിലിറ്റിയും സ്കെയിലബിൾ മെന്റാലിറ്റിയും ഒരു രാജാവിന് വേണ്ട ക്വാളിറ്റി അത് തന്നെയാണ്. ദീർഘവീക്ഷണവും കൂടെയുള്ളവരെ ഐക്യത്തോടെ നിലനിർത്താനുള്ള ഒരു കഴിവ്. അങ്ങനെയുള്ളവനാണ് വിജയിച്ച് മുന്നേറി പോവുക. സാധ്യതകളെ കാണാനും നടപ്പിലാക്കാനും പറ്റുന്ന ഒരാൾ. അപ്പോൾ അതുപോലുള്ള ഒരു ഫ്യൂച്ചർ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇവന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ നമ്മുടെ ടീമിന്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഇവിടെ സക്സസ്ഫുള്ളി ഞങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ആൻഡ് എവരിവൺ.